തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം പൂർണ്ണമായും നടപ്പാക്കുകയും ഈ രംഗത്ത് സംഭവിക്കാനിടയുള്ള നിയമലംഘനം തടയുകയുമാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തൊഴിൽ സാമൂഹ്യ മന്ത്രാലയ പ്രത്യേക പദ്ധതികൾക്കായുള്ള റിയാദ് ബ്രാഞ്ച് ഉപമേധാവി അബ്ദുൽ മുനിം ബിൻ യാസീൻ അഷ്റഫി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷ, സാമ്പത്തിക രംഗം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ വിപണി നീക്കങ്ങളെയും ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വദേശി യുവതിയുവാക്കളെ നിയമിക്കാൻ മതിയായ അവസരം നൽകിയ ശേഷവും മൊബൈൽ ഫോൺ രംഗത്ത് വിദേശികൾ തൊഴിലെടുക്കുന്നത് തടയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുകയില്ല. രാജ്യത്തെ വിപണി നിയമങ്ങളെ അനുസരിക്കാൻ എല്ലാവരും തയ്യാറാകണം. നിയമലംഘനം നടത്തുന്നവരെ പിടികൂടി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അഷ്റഫി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ നടന്ന പരിശോധനകളിൽ 25,000 കമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയതായി സ്ഥിരീകരിച്ചു. 3670 നിയമലംഘനങ്ങൾ പരിശോധനാ സംഘം പിടികൂടുകയും 2057 സ്ഥാപനങ്ങൾ അടക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശോധനാ ഭീഷണി നേരിടുന്നതിനായി അടച്ചിട്ട 1023 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയതായും അബ്ദുൽ മുനിം ബിൻ യാസീൻ അഷ്റഫി പറഞ്ഞു. മീഡിയ 1 റിയാദ്.